ഒരു കാലത്ത് പ്രൗഢിയേറെയുണ്ടായിരുന്നുവെങ്കിലും പിന്നീട് ഹൈറേഞ്ചിലെ കർഷകർ കൈവിട്ടൊരു കൃഷിയാണ് വാനില കൃഷി. ചുരുക്കം ചില കർഷകരുടെ കൃഷിയിടങ്ങളിൽ മാത്രമാണ് ഇന്ന് വാനില കൃഷി അവശേഷിക്കുന്നത്. നിലവിൽ താരതമ്യേന മെച്ചപ്പെട്ട വില വാനിലയ്ക്കുണ്ടെങ്കിലും വിൽപ്പനയ്ക്കായുള്ള വിപണിയുടെ കുറവ് കർഷകരെ വാനില കൃഷിയിലേക്ക് തിരികെ എത്തിക്കുന്നതിൽ തടസ്സമാവുകയാണ്. വർഷങ്ങൾക്ക് മുമ്പ് ഹൈറേഞ്ചിലെ കർഷകർക്ക് ഏലത്തോളം പ്രതീക്ഷ നൽകിയ ഒരു കൃഷിയായിരുന്നു വാനില കൃഷി. വാനിലയുടെ അപ്രതീക്ഷിത വിലവർധനവായിരുന്നു കർഷകരെ കൃഷിയിലേക്ക് ആകർഷിച്ചത്. വലിയ തോതിൽ കർഷകർ പലരും വാനില കൃഷിയിലേക്ക് തിരിഞ്ഞു. എന്നാൽ നല്ല സമയം അധികനാൾ നീണ്ടില്ല. വാനിലയുടെ വില കുത്തനെ കൂപ്പുകുത്തി. ഇതോടെ ഹൈറേഞ്ചിൽ നിന്നും വാനില കൃഷിയുടെ പടിയിറക്കവും ആരംഭിച്ചു. വാനില ഇന്ന് ചുരുക്കം ചില കർഷകരുടെ കൃഷിയിടങ്ങളിൽ മാത്രമാണ് ഉള്ളത്. മുമ്പ് പൊന്നും വിലയായതോടെ കായമോഷണവും വാനിലയുടെ തണ്ടുമോഷണവും വരെ നടന്നു. എന്നാൽ പ്രൗഢി മങ്ങിയ വാനില കൃഷി മലയോരത്തുനിന്ന് വിസ്മൃതിയുടെ വഴിയിലാണ്. വിലയിടിവിനൊപ്പം പൂക്കൾ പരാഗണം ചെയ്യുന്നതിലും മറ്റുമുള്ള ബുദ്ധിമുട്ടും വാനില കൃഷിയുടെ പിന്നോട്ടു പോക്കിനുള്ള കാരണങ്ങളിൽ ഒന്നായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. കൃഷി പാടെ പടിയിറങ്ങിയതോടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വാനില വിറ്റഴിക്കാനുള്ള വിപണി കണ്ടെത്തുന്നതിലും ഈ മേഖലയിൽ തുടരുന്ന കർഷകർ ഇന്ന് പ്രതിസന്ധി നേരിടുന്നുണ്ട്. വില വർധനവിനൊപ്പം വിലയിൽ സ്ഥിരത കൂടി ഉണ്ടായാൽ മാത്രമേ വാനിലയുടെ നഷ്ടപ്രതാപം വീണ്ടെടുക്കാനാകൂ. ന്യൂസ് ബ്യൂറോ, അടിമാലി.